103 UDF ലീഡ് ഉയർത്തുമ്പോൾ 35 ചുരുങ്ങുന്ന LDF-നെ നോക്കൂ. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. മേഡം ആഹ്ലാദിക്കുന്ന നിങ്ങളെ ദിവസമാണ് തകർക്കും. ഇങ്ങനെയൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമായി വിശദമായി പറയുമ്പോൾ പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല. അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. ഈ ഭരണമാറ്റം ഉറപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഭരണമാറ്റം തുടർഭരണം ഉണ്ടാവുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തുടർഭരണത്തിനുള്ള എല്ലാ സാഹചര്യവും ഈ ഇന്നലെ കണ്ട എക്സിറ്റ് പോളുകളിൽ ഞാൻ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. ഇലക്ഷന് തലേ ദിവസം തുടർഭരണം കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രവചിച്ച ഒരു സമയമായിരുന്നു. ഞാൻ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ കേരളത്തിലെ ട്രെൻഡ് അങ്ങ് മാറുകയാണ്. അങ്ങനെ കാരണം വരാനുള്ള കാരണം കേരളത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുഖ്യമന്ത്രി ചർച്ചയായി മുന്നോട്ട് പോയി. അതോടുകൂടി കേരളത്തിന്റെ ചരിത്രം മാറുകയാണ്. ഇത് ഇലക്ഷൻ ചെയ്ത് വോട്ട് ചെയ്ത് 2 ദിവസം ഇല്ലാത്ത ചരിത്രം പിറ്റേ ദിവസം തുടങ്ങി അങ്ങോട്ട് വരികയാണ്. ചിത്രം 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ്. എന്താണ് വരുന്നത്? UDF അധികാരത്തിൽ വരാൻ പോകുന്നു. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലാം ഈ ട്രെൻഡിന്റെ ഭാഗമായി UDF എവിടെ മുഖ്യമന്ത്രി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് മുഖ്യമന്ത്രി UDF-ന് അധികാരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ആരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളല്ലേ? പിന്നെ ഡൽഹിയിലും ബോംബെയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഇരിക്കുന്ന ആൾക്കാരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. അതിനൊന്നും ഇല്ലേ? അതിനകത്ത് TV-ക്ക് അധികാരത്തിൽ വരുന്നു. പിന്നെ ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ വരത്തില്ല, അവിടെ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് പറയുന്നു. അതും വലിയ മാർജിനിൽ വരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നും ഇതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന സസ്പെൻഷൻ ഓർഡർ മേശപ്പുറത്തിരുന്നോട്ടെ, അടുത്ത സർക്കാർ വരുമ്പോൾ അത് ഞാൻ പോക്കറ്റിൽ കുത്തിക്കൊണ്ട് നടക്കും എന്ന് പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ട് ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കേൾക്കാൻ ഒരു ഉദ്ദേശമില്ല. അല്ല പിന്നെ LDF-ന് കോഴിക്കോട് 7 സീറ്റ് കിട്ടിയാൽ തന്നെ ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ളതാണ്. 100 സീറ്റ് കോൺഗ്രസ്സുകാർ തന്നെ വെറുതെ നമ്മൾ മറ്റേ മലയാളത്തിൽ പറഞ്ഞ തള്ളിയിട്ട് കാര്യമില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെ യാഥാർത്ഥ്യം പറഞ്ഞൂടെ? ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇലക്ഷൻ കഴിഞ്ഞു, ഈ റിസൾട്ട് വരാൻ പോവാണ്. മെയ് 4-ാം തീയതി വരും. ഈ തള്ളി ഇനിയെങ്കിലും നിർത്തിയിട്ട് 100 കിട്ടില്ല. ഒരു മിനിറ്റ് വേണം. ഞങ്ങളുടെ കണക്ക് പ്രകാരം 80, 75, 78 ഒരു യഥാർത്ഥ കണക്ക് പറഞ്ഞൂടെ? ഈ പിന്നെ എന്താണ് വയനാട്ടിൽ ഫണ്ട് കട്ടിയ കണക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണക്ക് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞുകൂടെ? ഒരു രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാൽ കേരളത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ ഞാൻ പറഞ്ഞ CPM-ന്റെ UDF-ന്റെ എന്നുള്ള അർത്ഥത്തിലല്ല, ഇടതുപക്ഷത്തിൻ്റെ UDF-ന്റെ അർത്ഥത്തിലല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാൽ കൂട്ടിക്കിഴിച്ച് കാര്യം പറയാൻ പറ്റണം. കാര്യം പറയാൻ പറ്റണം. അത് പറയില്ല. പഞ്ചായത്ത് ഇലക്ഷൻ പോലെയല്ല പാർലമെന്റ് നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും പറയാൻ കഴിയണം. കൂട്ടിക്കിഴിച്ച് പറയാൻ യാഥാർത്ഥ്യത്തോട് യോജിച്ച് നിൽക്കുന്ന രീതിയിൽ പറയാൻ നിൽക്കണ്ടേ? പറയാൻ പറ്റണ്ടേ? അല്ല, ആരും പറയുന്നില്ല. ഞാൻ പറയുന്നത് അറിയാം, അത് പറയുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. പിന്നെ ഞങ്ങൾ 100 സീറ്റിൽ അധികാരത്തിൽ വരും എന്നുവരെ പറയാം, മെയ് 4 വരെ പറയാം, അതിനൊരു തെറ്റുമില്ല. ഞങ്ങൾ 100 സീറ്റ് ഞങ്ങൾ പറഞ്ഞു മാറ്റി പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ എന്താ, നമ്മൾ ഇത് വെച്ചിട്ട് ഒരു കണക്കുണ്ടാക്കിയിട്ട് ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കേരളത്തിൽ പിരിവ് നടത്തിയിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 100 സീറ്റിൽ അധികാരത്തിൽ വരാം. ഈ 100 സീറ്റിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ജില്ലകളുണ്ടല്ലോ, ഈ പറഞ്ഞ 5 ജില്ലകൾ, ഈ 75 സീറ്റ് കൈവശം വെച്ചിരിക്കുന്ന 5 സീറ്റുകൾ, ഈ 5 സീറ്റുകളിൽ എന്തെന്ന് പറയണം? അപ്പൊ വെറുതെ നമ്മളിങ്ങ് വന്നിട്ട് 100 സീറ്റ് കിട്ടാൻ പോവാണ്, 100 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവാന്ന്, ഞങ്ങൾ ഏത് മുഖ്യമന്ത്രിയാണെന്ന് ചർച്ച തുടങ്ങി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, ഇത് ഞാനല്ല, മോർഫിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, മൊത്തം ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ആക്സിസ് മൈ ഇന്ത്യ ഒഴിച്ചു നിർത്തിയുള്ള ബാക്കി എല്ലാ സർവേകളിലും പറയുന്നത്. ആണോ? അതുകൊണ്ടാണ് LDF-ന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിൽ 33% ആളുകൾ പിന്തുണയ്ക്കുന്നത് പിണറായി വിജയനെയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വികാരം ഉണ്ടാവണമെന്നേ, അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ എന്താ സാധ്യതയുള്ളത്? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു
തുടർഭരണ മടുപ്പ്, ഞാൻ അങ്ങനെയാ വാക്കിനെ വിശേഷിപ്പിക്കുക, ഒരു തുടർഭരണ മടുപ്പാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒരു തുടർഭരണ മടുപ്പ് ഇത്രയും അധികം വോട്ടുകളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. അത് ശരി. ജനപ്രിയ MLA-മാരെ ഒരു തുടർഭരണ മരവിപ്പിന് അല്ലെങ്കിൽ ഒരു തുടർഭരണ മടുപ്പിന് മാറ്റാൻ കഴിയില്ല. ആഞ്ഞടിച്ച ജനരോഷത്തിൽ 13 മന്ത്രിമാരാണ് പരാജയം ഏറ്റുവാങ്ങിയത്. ഞാൻ ഇപ്പോഴും 76 സീറ്റുകൾ മിനിമം LDF-ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും നിങ്ങൾ ചർച്ച ചെയ്തത്? ഹൈക്കമാൻഡല്ലേ തീരുമാനിക്കുന്നത്? അല്ല ഇന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് 100%. പിന്നെ ആരും തീരുമാനിക്കുക പ്രതിപക്ഷ നേതാവിനെ? എങ്ങനെയാ രമേശ് ചെന്നിത്തല അല്ലല്ലോ തീരുമാനിച്ചത്? ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന കോൺഗ്രസിന്റെ ആളുകളെ പ്രതിപക്ഷ നേതാവുകയുള്ളൂ. ഹൈക്കമാൻഡ് ഉള്ളത് കോൺഗ്രസിനല്ലേ? നീ അങ്ങ് ഉണ്ടാക്കല്ലേ. തുടർ ഭരണം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ LDF-ൽ നിന്ന് ആരാണ് പ്രതിപക്ഷ നേതാവ്? അതേ എക്സിറ്റ് പോൾ ഫലങ്ങൾ തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രി ആവുന്ന ഓർമ്മ എനിക്കത് വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓഹോ. പക്ഷേ അതേ എക്സിറ്റ് പോൾ ഫലം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് വിശ്വാസം 60 നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ ആള് കൂടുതലുണ്ട്. അങ്ങനെയല്ല 60 സീറ്റ് LDF-ന് കൊടുത്തു. LDF-ന് കിട്ടുന്നുണ്ട് ഈ എക്സിറ്റ് പോളിൽ അല്ലേ? എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. ഈ 60 സീറ്റ് നിങ്ങളുടെ LDF-ന്റെ കോട്ടകളല്ല എന്ന് പറയാൻ പറ്റുമോ? ഇയാളുടെ കോൺഫിഡൻസ് സമ്മതിക്കണം. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാനായിട്ടില്ല. അതല്ല ഇപ്പൊ പറയും. ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? എത്ര സീറ്റ് കണ്ണൂരിൽ പിടിക്കാൻ പറ്റി, അഴീക്കോട് പിടിക്കാൻ പറ്റിയോ? ഇവരെ കണക്കിൽ അതില്ല. മനസ്സിലായോ? കാസർഗോഡ് നിങ്ങൾ മണ്ഡലങ്ങളിൽ അതെ കാസർഗോഡ് നിങ്ങൾക്ക് ഉദുമ പിടിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം. ഒരു ഉദുമയൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. മഞ്ചേശ്വരം അതാണ് അവിടെയാണ് പ്രശ്നം. ഇവിടെ മഞ്ചേശ്വരം ഓക്കെ അല്ല, കാസർഗോഡ് മഞ്ചേശ്വരം ഓക്കെ. നമുക്ക് ഒന്നുകിൽ TV പ്രസാദിനെ VS രഞ്ജിത്തിനെ ലേബി സജിത്തിനെ വിളിച്ചിട്ട് എക്സിറ്റ് പോൾ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ രാഷ്ട്രീയ ഏജൻസികളുടെ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിച്ച ഘടകങ്ങൾ അതങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ്. അത് മാറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ വലിയ മാർജിനിൽ തന്നെ UDF അധികാരത്തിലെത്താനാണ് സാധ്യത എന്നാണ് എന്റെ വിലയിരുത്തൽ. അല്ല അതങ്ങനെ ശരിയാവുന്നതൊക്കെ ശരി. എക്സിറ്റ് പോളുകൾ തെറ്റുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോ ഈ നിമിഷവും സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിൽക്കുന്നുവെന്നാണ്. എന്താ ഉറക്കം വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി 3 ദിവസം പ്രതീക്ഷയുടെ ദിവസമാണെന്നുള്ളതാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ഒരു ട്രെൻഡ് സൂചനയുണ്ട്. അതിലപ്പുറം ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ 90 എന്നുള്ളത് ഒരൊറ്റ പ്രവചനമാണല്ലോ. 90 വരും. 103ലേക്ക് UDF ലീഡ് ഉയർത്തുമ്പോൾ 35ലേക്ക് ചുരുങ്ങുന്ന LDF-നെ നോക്കും. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അത് കേട്ടാ മതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.